ചേട്ടന്റെ പൊടി പൊടി പൊടിച്ചു. ഇനി ആര്യൻ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇന്ന് തന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യും. സ്വന്തം പെറ്റമ്മയുടെ ഫോട്ടോ കണ്ട പിഞ്ചു കുഞ്ഞിന്റെ സെന്റിമെന്റ്സിൽ ആര്യൻ. ആദ്യം അവനെ കുറച്ച് ആശ്വസിപ്പിക്കാം. അതെ, ഞാൻ ഈ വീട് മുഴുവൻ നടന്നു നോക്കി. ഇവിടെയെങ്കിലും ചൈത്ര ഒരു ഡിവൈസും വെച്ചിട്ടില്ല. ആര്യൻ വല്ലാതെ റെസ്റ്റ്ലെസ് ആണല്ലോ. എന്തു പറ്റി? എന്താ പ്രശ്നം? എന്തോ ഈ വൊമിറ്റ് ചെയ്യാനായിട്ടേ ഒരു ടെൻഡൻസി. എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. അയ്യോ, അതല്ല. ആര്യൻ റെസ്റ്റ്ലെസ് ആയതിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അമ്മയുടെ ഫോട്ടോ കണ്ടപ്പോ എന്തെങ്കിലും ഫ്ലാഷ് ബാക്ക് ഓർമ്മ വന്നോ? ആര്യൻ ചിത്രം വരയ്ക്കോ? താൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നേ? ഞാൻ വരച്ചാലും വരച്ചില്ലെങ്കിലും തനിക്കെന്താ? അത് പിന്നെ വെറുതെ ഓരോ വിശേഷം ചോദിക്കാൻ. ഇഷ്ടായില്ലെങ്കിൽ സോറി. ഞാൻ പുറന്തടവി തരട്ടെ? വേണ്ടേ? ഇത്ര ബുദ്ധിമുട്ടി എന്തിനാ മദ്യവെക്കുന്നെ? ആ ശീലം അങ്ങ് വേണ്ടെന്ന് വെക്ക്. പിന്നെ ബോറടി മാറ്റാനാണ് ഈ ദുശീലമെങ്കിൽ ഞാൻ കമ്പനി തരാം. അല്ല, ഇനി വല്ല പ്രേമ നൈരാശ്യവും കാരണമാണ് വെള്ളമടിയെങ്കിൽ നമുക്ക് വേറൊരാളെ സെറ്റാക്കാം. അതൊക്കെ പോട്ടെ. മദ്യപിക്കുന്ന സമയം ലാഭിച്ചാലേ നമുക്ക് നമ്മുടെ ഭാവി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാലോ. എന്ത് ഭാവി കാര്യങ്ങള്? അത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പുതിയ ടെക്നോളജി കണ്ടുപിടിക്കാൻ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന കാര്യം. ആ ഭാവിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യാലോ. സോറി, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം. സത്യവതി പോയിക്കോ. അയ്യോ, പ്ലീസ്. എങ്കി ഞാൻ പോയിട്ട് ഇച്ചിരി കഴിഞ്ഞ് വരാം. കുറച്ച് കഴിഞ്ഞ് വരണ്ട, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്. താനൊന്ന് പുറത്തു പോ. എന്നാ ഞാൻ രാത്രി വിളിക്കാം. എന്തെങ്കിലും ചെയ്യും. ആള് വെച്ചാലും വേണ്ടില്ല, കുടിച്ചിരിക്കും. അവൻ നിന്നെ ആക്രമിച്ചോ? ഉപദ്രവിക്കാൻ ശ്രമിച്ചോ? എങ്കിൽ അവനെ ഞാൻ തട്ടും. നീ ആര്യനെ തട്ടാനോ? നിനക്കൊരു കോഴിയെ തട്ടാനുള്ള ധൈര്യമെങ്കിലും ഉണ്ടോടാ? ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഡോക്ടർ കലയുടെ മരുന്ന് വളരെ സക്സസ് ആയി പരീക്ഷിച്ചു. ആ പൊടി അകത്ത് ചെന്നതോടെ ആര്യന് മദ്യപിക്കാൻ പറ്റുന്നില്ലടാ. എടി, അല്ലെങ്കിൽ കലച്ചേട്ടൻ ആരാന്നാ നിന്റെ വിചാരം? സാക്ഷാൽ ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹം കിട്ടിയ. ഇനി ഏതെങ്കിലും മൂർത്തിയുടെ പേര് നീ പറഞ്ഞ നിന്റെ പരിപ്പ്. ഈ ധോനിയുടെ ഒരു കാര്യം എപ്പോഴും പരിപ്പളക്കുന്ന കാര്യമുണ്ട്. അത് നീ വിട്. എന്നാലും എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടടാ. എന്തിനാ? എടാ, കുടിക്കാൻ പറ്റാത്തോണ്ടേ കുറച്ച് കാര്യം നിന്റെ അടുത്ത് മനസ്സോർന്ന് സംസാരിച്ചു. എന്നിട്ട് എന്റെ ഊഹം ശരിയാണെങ്കിൽ ശരിക്കും ഒരു വേദനിക്കുന്ന കോടീശ്വരൻ തന്നെ ആര്യൻ. എന്താണ് അയാളുടെ വേദന? തൽക്കാലം അവന്റെ ഏറ്റവും വലിയ വേദന കള്ളുടിക്കാൻ പറ്റാത്ത. അതൊരു വേദനയാ. പിന്നെ ഈ SP ഞങ്ങളുടെ ഫാമിലി ഒട്ട് ശരിയല്ല. മരിച്ചുപോയ മമ്മി അവനൊരു വീക്ക്നെസ് ആണെന്നാ തോന്നുന്നത്. ഒരു പെങ്ങളില്ലേ ചൈത്ര,
അവളുമായിട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ ആര്യന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ നടക്കുക അവള്. ആ, ചൈത്രയുടെ കാര്യത്തിലൊന്നും നീ ടെൻഷൻ അടിക്കണ്ട. ഞാൻ അവളെ ഒരു പുഷ്പം പോലെ ഒതുക്കിയിട്ടുള്ളതാ. വേണ്ടി വന്നാ ഇനി ഒതുക്കും. എടാ വൃത്തിയിട്ടോലെ, എന്റെ മുന്നിൽ ഇങ്ങനെ തള്ളരുതെന്ന് നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അയ്യോ 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 അയ്യോ, ഇത് തള്ളല്ല. സത്യമായിട്ട് MS-ന്റെ കല്യാണം നടന്ന ദിവസം വധൂവരന്മാരെ ചൈത്ര വീട്ടിൽ കയറ്റിയത് ഞാൻ കാരണമാ. ഓഫ്. അങ്ങനെയാണല്ലോ എനിക്ക് SP അങ്കിളുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയത്. എടി, അങ്കിള് ഞാനിപ്പോ സ്വന്തം മോനെ പോലെയാ. ജയിലിൽ പോകാൻ ഒട്ടും താല്പര്യമില്ലാത്തോണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു. പക്ഷെ ഇനിയും നീ തള്ളിയാ നിന്റെ ഫ്രണ്ടായി ജീവിക്കുന്നതിലും ഭേദം ജയിലാണെന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും. ശരി, ഞാൻ നിർത്തി. നീ ബാക്കി പറ. ആര്യന് നിനക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റുമോ? ഞാനൊരു തുടക്കമൊക്കെ ഇട്ട് വെച്ചു. പക്ഷേ ആ, ഈ ലൈൻ വലിക്കുന്നതിന് മുമ്പേ ആര്യൻ എന്നോട് വിട്ടോളാൻ പറഞ്ഞു. ശോ, കഷ്ടമായി പോയി. എന്നാലും കുഴപ്പമില്ല. കുറച്ചു ദിവസം അവൻ സ്മോൾ അടിക്കാതിരുന്നാലേ ഞങ്ങൾ തമ്മിലങ്ങ് സെറ്റ് ആയിക്കോളും. അതോടെ ആര്യൻ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തോളും. ഏത് ആ, ചെയ്തില്ലെങ്കിലോ? ആര്യന്റെ മദ്യപാനം നിർത്താൻ വേണ്ടി നീ കുറെ കഷ്ടപ്പെട്ടു. വെള്ളം വണ്ടി നിർത്തിയിട്ടും അയാളെ ഭർത്താവായിട്ട് കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അത് പിന്നെ ഞങ്ങളുടെ കല്യാണം നടന്നാലും ഇല്ലേലും ആരും കുടിച്ച് നശിക്കണ്ട. ധ്വനി, 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 ധ്വനി പോലെ നിക്ക്. ആരും കുടിച്ച് കരള് പോയി ചാവുന്നതിനെ കുറിച്ച് നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ? നീ കരുന്നാ കുളച്ച് അങ്ങനൊന്നും പറയല്ലേ. ആര്യൻ ഒരു കുഴപ്പമില്ലാതെ ഒരു 100 വർഷമെങ്കിലും ജീവിച്ചിരിക്കണം. ഇപ്പൊ എനിക്കൊരു കാര്യം ബോധ്യമായി. എന്ത്? നിനക്കയാളോട് റിയൽ ലവ് തോന്നി തുടങ്ങി. ഏയ്, അതൊന്നുമില്ല. എന്നാലും ആവാൻ സാധ്യതയുണ്ട്. എനിക്കിത് കേട്ടാ മതി.